ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ഹാങ് ഓവറൊക്കെ വിട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡയറക്റ്റ് മെത്തേഡായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അവസാനത്തത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഇന്ന് ആ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് മെത്തേഡിൽ നിന്ന് ചെറിയ മാറ്റങ്ങളുള്ള ഒരു രീതിയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോർമാറ്റും ചെറിയൊരു എക്സാമ്പിളുമാണ് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇവ തമ്മിലുള്ള വ്യത്യാസം ഏത് ഡയറക്റ്റ് മെത്തേഡും അതുപോലെ ഇൻഡയറക്റ്റ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ്, അതുപോലെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരക്കാറ്. അതിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസും ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലും ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ മാറ്റമുള്ളൂ. മാറ്റം എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല, ചെറിയ ഒരു രീതി. അത് നിങ്ങൾക്ക് ഈ രണ്ട് ഫോർമാറ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ആദ്യം വന്നിട്ടുള്ള ഒരു ഐറ്റം എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്തിരുന്നത്. നിങ്ങൾ ആ ഒരു ഫോർമാറ്റ് ഒന്ന് എടുത്തിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എഴുതും. അതിലേക്ക് നമ്മൾ ഈ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട എമൗണ്ടുകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഈ ഒരു നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യുക? തിരിച്ച് ആഡ് ചെയ്ത് കാണിക്കുക. ഡിപ്രീസിയേഷൻ, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് റിട്ടേൺ ഓഫ്, ദെൻ ഗുഡ് വില്ല്, പാറ്റൻറ്റ് എക്സെട്ര റിട്ടേൺ ഓഫ്, ദെൻ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, ദെൻ ഡിവിഡൻഡ് പെയ്ഡ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ റിട്ടേൺ ഓഫ് എക്സെട്ര. ഈ പറയപ്പെട്ട ഐറ്റംസ് ഒന്നും നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ചിലവുകളല്ല. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതൊന്നും അതിൻ്റെ ഭാഗമായിട്ട് കുറയേണ്ടതല്ല. അപ്പോൾ എന്ത് ചെയ്യുക? തിരിച്ച് ഓപ്പറേറ്റിങ്ങിലേക്ക് അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുക. ഇനി എന്ത് ചെയ്യുക? ലെസ് ചെയ്ത് കാണിക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതായത് ഐറ്റം ടു ബി ഡിഡക്റ്റഡ്. അതിൽ ഫസ്റ്റ് റെൻറ്റ് റിസീവ്ഡ്. റെൻറ്റ് റിസീവ് ചെയ്തത് നമ്മുടെ ഈ ഒരു പ്രോഫിറ്റിൽ കൂടിയിട്ടുണ്ടാവും. അപ്പം അത് നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയതല്ലല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യണം? അതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയതല്ല, അത് എന്ത് ചെയ്യുക? ലെസ് ചെയ്ത് കാണിക്കണം. ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ് നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല, അതും ലെസ് ചെയ്ത് കാണിക്കണം. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയവ നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻകം അല്ലാത്തത് കൊണ്ട് അതും ലെസ് ചെയ്ത് കാണിക്കണം. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് എന്നുള്ള ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കും. ശ്രദ്ധിക്കുക, ഈ ഒരു ഹെഡിങ് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്തും? വർക്കിംഗ് ക്യാപിറ്റലിൽ വന്നിട്ടുള്ള ചേഞ്ചസും കൂടി അതിൽ ചെയ്യിക്കും. അതാണ് ആഡ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് ഓരോരോ ഐറ്റംസ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ നൽകും. രണ്ട് എമൗണ്ട് ആയിട്ട് നൽകും. ഒരു വർഷം ഇത്ര, ഈ രണ്ടാമത്തെ വർഷം ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നൽകും. അപ്പോൾ അതിൽ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റിൽ ഡിക്രീസ് വന്നിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി? ആഡ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് നമുക്ക് കിട്ടിയതിൻ്റെ ശേഷം നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആണെങ്കിൽ അവിടെ ഓരോരോ ഐറ്റംസ് കുറഞ്ഞിക്കുകയാണെങ്കിൽ ഇത് ഇവിടേക്ക് ആഡ് ചെയ്ത് കാണിക്കും. ദെൻ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ് എന്ത് ചെയ്യും? അവിടെ ആഡ് ചെയ്ത് കാണിക്കണം. ഡിക്രീസിങ് കറണ്ട് അസറ്റും ഇൻക്രീസിങ് കറണ്ട് ലയബിലിറ്റി എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കാണിക്കണം. ദെൻ ലെസ് ചെയ്യേണ്ട എന്താണ്? കുറച്ച് കാണിക്കേണ്ടത് എന്താണ്? ഇൻക്രീസിങ് കറണ്ട് അസറ്റും ഡിക്രീസിങ് കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്തും കാണിക്കണം. അങ്ങനെ ആ ഒരു എമൗണ്ടും കൂടെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ക്യാഷ് നമുക്ക് അതോടുകൂടി ലഭിക്കും. ഇനി ഉള്ള ബാക്കിയുള്ള ഐറ്റംസ്, അതായത് അതിൽ നിന്ന് ലെസ് ഇൻകം ടാക്സ് പെയ്ഡ്, ഇൻകം ടാക്സ് കുറച്ചത് അതിൽ നിന്ന് കുറയ്ക്കുക. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്ന് പറഞ്ഞ് പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ടാവും. അത് പ്ലസ് ആണെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്താണെന്നുള്ളത് നമ്മളവിടെ കാണിച്ചിട്ട് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതാണ് നെറ്റ് ക്യാഷ് ഫ്രം ഓർ യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള വരുമാനമാണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്രം എന്ന് പറയും. യൂസ്ഡ് ആണെങ്കിൽ ഡെഫിസിറ്റ് ആണെങ്കിൽ യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു ഹെഡിങ് നമ്മൾ അവിടെ ചെയ്യും. ഇനി അതിൻ്റെ താഴെ നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ലഭിച്ചു, ഇനി നമുക്ക്
ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കാണണം. അതെങ്ങനെയാണ് എന്നുള്ളത് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ സെയിം തന്നെയാണ്, സെയിം ആസ് അണ്ടർ ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ അത് നമ്മൾ ചെയ്യും. ദെൻ അതിൻ്റെ ശേഷം ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ചെയ്യും. അതും സെയിം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡയറക്റ്റ് മെത്തേഡ്. ആ ഡയറക്റ്റ് മെത്തേഡിൽ കണ്ട അതേപോലെ തന്നെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡിലും ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസും കാണുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു എമൗണ്ട്, അതായത് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് നമുക്ക് ലഭിക്കും. ഈ 3 ഐറ്റംസും ആഡ് ചെയ്ത് മൈനസ് ഫിഗർ ലെസ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. എന്താണെന്ത്? നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ദെൻ ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നെ ഉണ്ടാവും ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് അറ്റ്സ് ബിഗിനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. അത് തിരിച്ച് ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് ആണെന്ത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് അറ്റ് ദി എൻഡ്. ഓക്കെ. പിന്നെ ഇത്തരത്തിൽ ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ചില പ്രോബ്ലത്തിൽ നമുക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് അറ്റ്സ് ദ ബിഗിനിങ് നൽകിയിട്ടില്ലെങ്കിൽ നമുക്കത് കണ്ടെത്താൻ കഴിയും. കാരണം എൻഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ബാക്കിയുള്ള എമൗണ്ട് കുറക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ഓപ്പണിംഗ് ക്യാഷും കണ്ടെത്താനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട് ചിലതിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അക്കൗണ്ടൊക്കെ ബാലൻസ് ചെയ്യുന്നത് പോലെ കൂടുതലുള്ളത് അടിയിക്കിട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് കാണിക്കുന്നില്ല, അതുപോലെയാണ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടെത്താറ്. അങ്ങനെ വരാറില്ല, വരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അത് മാത്രമേ ഇവിടെ മാറിയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്താണ്? സെയിം ആസ് ദി ഡയറക്റ്റ് മെത്തേഡ്. ഈ ഒരു മാറിയിട്ടുള്ളത് തന്നെ വലിയൊരു മാറ്റമില്ല, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു രീതി തന്നെയാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം, അപ്പോൾ കൂടുതലായിട്ട് വ്യക്തമാവും. എക്സാമ്പിൾ ഇതാണ്: കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഫ്രം ദ ഫോളോയിങ് അണ്ടർ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇവിടെ നമ്മളോട് ചോദിച്ചത് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രമാണ്. കാരണം എന്താ? ഫിനാൻസിങ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ സെയിം തന്നെയാണ്, കഴിഞ്ഞ ദിവസം ചെയ്ത ആ പ്രോബ്ലത്തിലുള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മാറ്റം വന്നിട്ടുള്ള ഭാഗം, അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു ഭാഗം മാത്രമേ ഈ ഒരു പ്രോബ്ലത്തിൽ ചോദിക്കുന്നുള്ളൂ. എമൗണ്ടുകൾ ഇതാണ്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2015 2016 എമൗണ്ട് നൽകിയിട്ടുണ്ട്. 2015 60,000 2016 65,000 ആണ്. ദെൻ ഡെപ്റ്റേഴ്സ് 85,000 ദെൻ 48,000 ആണ്. ബിൽസ് റെസിവബിൾ 40,000 81,000. General reserve 1,72,000 2,07,000. Then wages outstanding 26,000 and 8,000. Salaries prepaid 8,000 and 10,000. Goodwill 70,000 and 60,000. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു ഫോർമാറ്റ് അങ്ങോട്ട് വരയ്ക്കുക. ദെൻ കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ക്യാഷ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നെറ്റാണ് അല്ലേ? നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ ആണ് നമ്മുടെ ഫോർമാറ്റ്. ഒന്ന് നോക്കുക, ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഫോർമാറ്റ് നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ ആയിരുന്നു. അപ്പോൾ ഇവിടെ 2 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 60ഉം 65ഉം ആണ്. അപ്പോൾ ഒരു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും ഈ വർഷത്തവും മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന എമൗണ്ടാണ് നെറ്റ് പ്രോഫിറ്റ്. ദാറ്റ് ഈസ് ഡിഫറൻസ് ആണ്, ഈ വർഷത്തേത് മാത്രം അവിടെ എടുക്കുന്നുള്ളൂ. അങ്ങനെ 5,000 രൂപ അവിടെ എടുക്കും. പിന്നീട് എന്ത് ചെയ്യുക? ആഡ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ജനറൽ റിസർവിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് അതിലേക്ക് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2,05,000 ആയിരുന്നു. ദെൻ ഈ ഒരു കഴിഞ്ഞ വർഷം അത് 1,72,000 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ എക്സ്ട്രാ ഇത്രയും രൂപ, അതായത് 35,000 രൂപ ഈ വർഷം ട്രാൻസ്ഫർ ചെയ്തതാണ്. അത് നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചിലവല്ല, അതുകൊണ്ട് അതിലേക്ക് തിരിച്ച് ആഡ് ചെയ്ത് കാണിച്ചു. ദെൻ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നല്ല, അതുകൊണ്ട് ഇവിടെ ഗുഡ് വില്ല് 70,000 ഉള്ളത് 60,000 കുറഞ്ഞിട്ടുണ്ട്. 10,000 രൂപ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാഷ് തിരിച്ച് ഈ ഒരു പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്ത് കാണിക്കണം 10,000 രൂപ. അങ്ങനെ 35ഉം 10,000 45,000 രൂപ തിരിച്ച് 5,000ത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 50,000 നമുക്ക് ലഭിക്കും. 50,000ത്തിലേക്ക് ആണ് ഡിക്രീസോ ഇൻക്രീസോ ആണെങ്കിൽ ആഡ് ചെയ്യലും ലെസ് ചെയ്യലും ഓക്കെ അതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡിക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ്, കറണ്ട് അസറ്റിലെ ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. 85,000 48,000 ആയിട്ടുണ്ട്. ആ ഡിഫറൻസ് ആണ് 37,000 രൂപ അവിടെ കാണിച്ചത്. ദെൻ അതിൻ്റെ ടോട്ടൽ എഴുതിയതിന് ശേഷം
ലെസ് ഇൻക്രീസ് ഇൻ ബിൽസ് റെസിവബിൾ വർദ്ധിച്ചു. അത് നമ്മൾ ഫോർമാറ്റിനകത്ത് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അതായത് 81,000 ആയിരുന്നു ഈ വർഷം, കഴിഞ്ഞ വർഷം 40,000 ആയിരുന്നു. ആ ഒരു 41,000 രൂപ ഡെബിറ്റ് നമ്മുടെ കോളത്തിൽ കിട്ടി, നമ്മുടെ ഇന്നർ കോളത്തിൽ കിട്ടി, കാണിച്ചു. ദെൻ അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ സാലറീസ് പ്രീപെയ്ഡ് 10,000 80,000 8,000 രൂപ 10,000 കുറച്ചിട്ടുള്ള ബാക്കി 2,000. ദെൻ ഡിക്രീസ് ഇൻ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എല്ലാത്തിൻ്റെയും നെറ്റായിട്ട് കൊടുക്കുന്നത് 26 മൈനസ് 8,000 അങ്ങനെ 18,000. ഇനി ആ ഒരു എമൗണ്ട് മൊത്തം കൂട്ടുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന 26,000 എന്താണ്, ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. നമ്മുടെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രമാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഇപ്പോൾ കാണുന്നുള്ളൂ. ബാക്കിയുള്ളത് അതായത് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ അതിനുള്ള എമൗണ്ടുകളൊന്നും നൽകിയിട്ടില്ല. മാത്രമല്ല നമ്മളിപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സെയിം ആസ് ദി പ്രീവിയസ് ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ അതിലുള്ള ആൻസർ തന്നെയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെതും അതുപോലെ തന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെതും എന്നുള്ളത് മനസ്സിലാക്കുക. അതെല്ലാം ചെയ്തതിന് ശേഷമാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് അറ്റ് ദ എൻഡ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഇത് പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ചോദിച്ചതിനനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മൊത്തത്തിൽ എഴുതേണ്ടി വരും. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് ഈ ചെറുത് മാത്രം ഇവിടെ കാണിച്ചത്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടില്ല. ഇതൊരു 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ നോട്ട് എഴുതുക, സ്വന്തമായിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. ബാക്കി ഭാഗങ്ങൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്ത ക്ലാസ്സിൽ വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ.